മുണ്ടക്കൈയിലെ കരട് പുനരധിവാസ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നു. സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടൽ പുനരധിവാസ ടൗൺഷിപ്പിനായുള്ള സർവേ നടപടികൾ കൂടി ആരംഭിച്ചിരിക്കുകയാണ്. 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് എസ്റ്റേറ്റുകളിൽ സർവേ, കൃഷി, വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത മഹസർ നടപടിക്കും തുടക്കമായിരിക്കുന്നു. ടി അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ് അലി, സർവേ നടപടികൾക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുന്നു. അതായത് വളരെ പെട്ടെന്ന് സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്നറിയുന്നു. ഈ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഈ എസ്റ്റേറ്റിന് കൃത്യമായ നഷ്ടപരിഹാരം നൽകിക്കൊണ്ടുള്ള ഒരു സ്ഥലം ഏറ്റെടുക്കൽ തന്നെയായിരിക്കും ഉണ്ടാവുക, അല്ലേ? തീർച്ചയായും ഇപ്പോൾ ദുരന്ത പുനരധിവാസം വളരെ വേഗത കൂടുന്നു എന്ന് കാണേണ്ടി വരും. 5 മാസത്തിന് ശേഷമാണെങ്കിൽ പോലും സർവേ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പുനരധിവാസം നടപ്പാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്. ഇവിടെ 78 ഹെക്ടർ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. അതിനുവേണ്ടിയുള്ള സർവേ നടപടികൾ ആരംഭിച്ചു. ആ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. ഈ 10 സംഘങ്ങളായി തിരിഞ്ഞാണ് ഇവിടെ സർവേ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റവന്യൂ വകുപ്പിന്റെയും കൃഷി വകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെ, റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരും 10 സംഘങ്ങളായി തിരിഞ്ഞ് സർവേ നടപടികൾ, ഇപ്പോൾ മരങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തുക, അതുപോലെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുക, എത്ര കൃഷി ഇവിടെ ഉണ്ട്, അത് തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തുകയും പിന്നെ എത്ര ഹെക്ടർ ആണ് ഏറ്റെടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള നഷ്ടപരിഹാരം കണക്കാക്കി ഈ സ്ഥലമുടമകൾക്ക് നൽകുക, അതിന്റെ നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് കലക്ടർക്ക് കൈമാറിയതിനു ശേഷം കലക്ടർ അത് സർക്കാരിന് സമർപ്പിക്കും. ഏതായാലും ഇപ്പോൾ 5 മാസത്തിന് ശേഷമാണെങ്കിൽ പോലും പുനരധിവാസത്തിന് വേഗം വയ്ക്കുന്നു എന്ന് കാണാം. ഇന്നിപ്പോൾ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ഇത് പ്രധാന അജണ്ടയായി ചർച്ച ചെയ്തു. അതിനുശേഷം ഇനിയുള്ളത് സ്ഥലം ഏറ്റെടുക്കുക എന്നാണ്. അതിന് മുമ്പ് ഒരു നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവർ ഈ ഭൂ ഉടമകൾ കോടതിയെ സമീപിച്ചിരുന്നു. അതിനുശേഷം കോടതിയിൽ നിന്ന് സർക്കാരിന് ഈ ഭൂമി ഏറ്റെടുക്കാം, പക്ഷേ ഇവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണം എന്ന ഉപാധിയിൽ ഭൂമി ഏറ്റെടുക്കാം എന്ന് പറഞ്ഞതോടുകൂടി ആ നിയമ തടസ്സം നീങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ സ്ഥലമുടമകളുമായി മുഖ്യമന്ത്രി ഇന്ന് സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികളുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. എന്തായാലും ഇത് സംബന്ധമായി വലിയ ആക്ഷേപങ്ങൾ സർക്കാരിന് കേൾക്കേണ്ടി വന്നിരുന്നു. വലിയ വൈകലുണ്ടായിരുന്നു. അതെല്ലാം ഇനി അങ്ങോട്ട് വളരെ വേഗത്തിലാക്കും. ഇനിയൊരു ആക്ഷേപത്തിന് ഇട നൽകാത്ത വിധം വേഗത്തിൽ നടപടികൾ ഉണ്ടാകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ ഇപ്പോൾ ഉണ്ട്. എന്തായാലും ഇന്ന് 1-ാം തീയതിയാണ്. ഈ കഴിഞ്ഞ 5 മാസം മുമ്പ്, കൃത്യമായി ജൂലൈ 31-നാണ് ഉരുൾപൊട്ടുന്നത്. 5 മാസം പിന്നിടുമ്പോഴാണ് ആളുകൾ ഇപ്പോഴും സ്വന്തമായൊരു കൂര എന്നത് ഇപ്പോഴും ആയിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ ആ വിഷയത്തിലുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ അതിൽ പുനരധിവസിപ്പിക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് വന്നപ്പോൾ അതിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ കണ്ടു. പലരുടെയും പേരുകൾ ആവർത്തിക്കുകയും അർഹരായപ്പെട്ട ആളുകൾ പുറത്തു പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിൽ തന്നെ ഈ ഏറ്റെടുക്കേണ്ട ടൗൺഷിപ്പ് നിർമ്മിക്കേണ്ട 2 പ്ലാന്റേഷനുകൾ, അതായത് ഒന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റ് ആണ്, രണ്ടാമത്തേത് നെടുമ്പാല എസ്റ്റേറ്റ് ആണ്. അത് മേപ്പാടിയിലെ നെടുമ്പാല എസ്റ്റേറ്റ്, ഇത് കൽപ്പറ്റയിലെ എസ്റ്റേൺ എസ്റ്റേറ്റ്. ഈ 2 ഭൂവുടമകളും കോടതിയെ സമീപിച്ചു. അത് വലിയ നിയമപ്രശ്നങ്ങളിലേക്ക് പോയി. ഏതായാലും ആ നിയമപ്രശ്നങ്ങൾ തീർന്നു. പിന്നീട് ഇപ്പോൾ സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കുക എന്ന നടപടികളാണ്. എന്തായാലും ഇന്നിപ്പോൾ സർവേ നടപടികൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥ സംഘം ഇവിടെ നിന്ന് തിരിക്കുന്നു. രാവിലെയാണ് നടപടികൾ ആരംഭിച്ചത്. ഏതായാലും ആദ്യഘട്ട സർവേ നടപടികൾ പൂർത്തിയായിരിക്കുന്നു. വൈകാതെ സർക്കാരിന് കലക്ടർ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനു മുമ്പ് ഈ ഉദ്യോഗസ്ഥർ കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുള്ള സർവേ നടപടികളാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത്.